പക്ഷെ ഇപ്പൊ ഫാസിൽ സർ പറഞ്ഞ പോലെ ഇപ്പൊ പ്രണയത്തെക്കാട്ടി കൂടുതൽ ഫ്രണ്ട്ഷിപ്പാണ്. ഒരിക്കലും ഡേഞ്ചറസ് അല്ല, അതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ. അപ്പൊ സത്യൻ സാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കേട്ട് വിളിച്ചാണ് എന്നെ. സത്യൻ സാർ എന്നെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കാണുമ്പോഴാണ് സാർ എന്നെ നേരിട്ട് അറിയുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായി, അല്ലാതെ എങ്ങനെ എന്നെ കുറിച്ച് അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഇല്ല അങ്ങനെയില്ല. കാരണം ഞാൻ മോഡലിംഗ് മറന്നിട്ടില്ലല്ലോ. ടു ദ പ്രൊഡ്യൂസർ ചോക്കോലാസ് പെനസോയിൽ ചമയം, കൈലി TV, ഫോർട്ട് PO, ട്രിവാൻഡ്രം 23. இனி மீண்டும் அடுத்த ஆயிஷா காணும். அன்டில் போறதில்ல சார், அதுதான் கொஞ்சம் கஷ்டமா இருக்கும். இதுக்கு மேலே என்ன சொல்றது, போகிறோம். எப்போ ஒரு ஒரு பார்த்த படம் நல்லா இருக்கு. I'm really happy today that I've won the Nandi Awards, and I would like to thank first I would like to thank Balakrishna sir, without whom I wouldn't have done. I am good. இன்னொரு வாட்டி கொஞ்சம் நல்லா பேசுங்க. என்ன யார் தெரியலையா? நயன்தாரா? பிருந்தா இல்ல கலா. I am good, Kalaka. How are you? ரொம்ப நல்லா நடிச்சிருக்கா படத்துல, ரொம்ப நல்லா இருக்கு. அண்ட் விஜய் சாரும் சரி, ரொம்ப நல்ல டிஃபரண்ட் கெட்டப், ரொம்ப டிஃபரண்ட் டான்ஸ், ரொம்ப நல்லா இருந்தது. வாங்க நம்மஸ் ப்ளீஸ். മാനമാണ് നയൻതാരയുടേതായിട്ട്. നേരെ നമുക്ക് എന്താ പറയാ സിദ്ദിഖ് സാറിലേക്ക് തന്നെ പോവാം. സിദ്ദിഖ് സാർ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പരാജയം അല്ലെങ്കിൽ ഒരു എന്താ ഫെയിലിയർ അറിയാത്ത ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഡയറക്ടറാണ്, ന്യൂമർ വണ്ണോ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് സിദ്ദിഖ് സാർ. അപ്പൊ ആ ഒരു ക്യാമ്പിൽ വരിക, ആ ഒരു ക്യാമ്പിൽ വർക്ക് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി അത് പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അത് ഭയങ്കര യാദൃശ്യമായിട്ട് നടന്നാണ് സിദ്ദിഖ് സാറിന്റെ പടം. അത് എങ്ങനെയെന്നൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. എല്ലാ കോളേജ് ഗോയിങ് ബോയ്സിനും ഗേൾസിനും അവരുടെ അമ്മമാർക്കും എല്ലാവർക്കും, എല്ലാ ലേഡീസിനും ഫാമിലി എല്ലാവർക്കും. 3 years. I think we have to clap for Nayan at this point. Thank you so much. எங்க கிட்ட மனம் விட்டு பேசணும்னு சொல்லி எங்களுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்ததுக்கு ரொம்ப ரொம்ப நன்றி. நிச்சயமா நான் சொல்றது உங்களுக்கு இது பிடிக்காது, பட் அங்க உட்கார்ந்துட்டு இருக்கிற எல்லாரோடைய ரெப்ரசன்டேட்டிவாவும் சொல்றேன். எப்படி உங்களால மட்டும் இவ்வளவு அழகா இருக்க முடியுது? ஆக்சுவலா உண்மையா சொல்ல, நாங்க முன்னாடி ஃப்ரெண்ட்ஸா இருந்தோம். அதுக்கப்புறம் பிடிச்சதே நான் ஒரு விஷயம் சொல்ல, எங்க பண்ணுங்க இது. ஐயோ எப்படிங்க? ஓகே எப்படி இவங்களே இவ்வளவு யோசிக்கிறாங்களே மிஸ்டர் அட்லி அவர்களே, நீங்க இத பத்தில யோசிக்கிறதே கிடையாது. நாங்க யாருமே அத பத்தி யோசிக்கிறது இல்ல. அதனால தான் இந்த மாதிரி மென்டல் பண்ணிட்டு இருப்போம். முருகதாஸ் சார் வர அந்த ஒரு